ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്വീറ്റല്ലേ ക്യാരറ്റ് ഹൽവ. ഐസ്ക്രീമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല, കുറച്ച് റെഡ് കളറിലുള്ള നല്ല കളറുള്ള ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഈ ക്യാരറ്റ് ഒന്ന് ഈ നെയ്യിൽ കിടന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയായി കിട്ടും. ഇപ്പോൾ അത്യാവശ്യം ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ല റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അതൊരു 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ പാലൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഈ പാലിൽ കിടന്നിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ആ പാലൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലൊക്കെ ഒരുവിധം ഒന്ന് വറ്റി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമുക്കൊരു 6 ടേബിൾ സ്പൂൺ മുതൽ 8 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ക്യാരറ്റ് നല്ല കളറുള്ള ക്യാരറ്റാണ് കേട്ടോ. അതുകൊണ്ട് നല്ല കളർ വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റ് കളർ കുറവാണെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ കളറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതാ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നെയ്യൊക്കെ അതിൽ നിന്ന് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് കൂടെ ഉള്ളപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ബദാമൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഒരുവിധം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നെയ്യൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു പാകം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട് ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിലാക്കിയിട്ട് വേണമെങ്കിൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വേണമെങ്കിൽ ഇതുപോലെ ഷേപ്പൊക്കെ ആക്കിയിട്ടാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്